ലൈഫിൽ നമ്മളെല്ലായിടത്തും തോറ്റു പോകുന്നു, എവിടെയും ജയിക്കാൻ പറ്റുന്നില്ല. ആകെ തോറ്റു പോകുന്നു, എല്ലാവരുടെയും അപമാനപ്പെട്ടു പോകുന്നു. വീട്ടുകാരുടെ മുന്നിലാണെങ്കിലും നാട്ടുകാരുടെ മുന്നിലാണെങ്കിലും അങ്ങനെ എല്ലാവരുടെ മുന്നിൽ അപമാനപ്പെട്ടു പോകുന്നു, തോറ്റു പോകുന്നു. ഇനി എന്നെക്കൊണ്ട് പറ്റുന്നില്ല, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, ഇനി എനിക്ക് ജയിക്കാൻ പറ്റും തോന്നുന്നില്ല എന്ന് ശരിക്കും മാനസികമായി തളർന്ന് ഇരിക്കുന്ന ഒരു സമയമുണ്ടാകും നമ്മൾക്ക്. ഇത് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങളൊന്ന് ഓർക്കണം നല്ലോണം. ഇതേപോലൊരു സാഹചര്യം നിങ്ങൾ ആൾറെഡി തരണം ചെയ്ത് വന്ന വ്യക്തികളാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എങ്ങനെ ഞാൻ തരണം ചെയ്തിട്ടുണ്ട്, ഇപ്പോഴാണ് ഞാനതെല്ലാം അനുഭവിക്കുന്നത് എന്നുള്ളത്. ഒരിക്കലുമല്ല. ഇതേപോലുള്ള രീതികൾ നിങ്ങൾ കുട്ടിക്കാലത്ത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ചിലപ്പോൾ നിങ്ങൾ വല്ല സൈക്കിള് ചവിട്ടാനൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവും. സൈക്കിൾ കയറിയിരുന്ന് നിങ്ങൾക്ക് അങ്ങോട്ട് ചവിട്ടാൻ പറ്റിയിട്ടുണ്ടാവില്ല, അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, വീണുണ്ടാവും ഒരുപാട് തവണ, വീണ് കൈയും കാലും പൊട്ടിയിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ തളർന്നിട്ടുണ്ടാവില്ല. എത്ര വേദന സഹിച്ചിട്ടാണെങ്കിൽ എനിക്ക് സൈക്കിൾ ചവിട്ടി പഠിച്ചേ പറ്റുള്ളൂ, എനിക്ക് എൻ്റെ കൂട്ടുകാരുടെ മുന്നിലൂടെ സൈക്കിൾ ചവിട്ടി പോകണം. ആ ഒരു സമയത്ത് വാശിയിൽ നിങ്ങൾക്ക് ആ വേദന ഒന്നും നിങ്ങൾ കെയർ ചെയ്തിട്ടുണ്ടാവില്ല. ആ വാശിയിൽ തന്നെ നിങ്ങൾ സൈക്കിൾ ചവിട്ടി പഠിച്ചെടുത്ത് ഒരുപാട് സ്പീഡിൽ അങ്ങ് ഫ്രണ്ട്സിൻ്റെ മുന്നിലെല്ലാം ചവിട്ടി പോയിട്ട് ആഹ്ലാദിച്ച് സന്തോഷിക്കുന്നുണ്ടാവും. അതുപോലെ അപമാനപ്പെട്ടത് ഒരു കളിക്കാനാണോ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ ക്രിക്കറ്റ് എന്ത് തന്നെ ആയിക്കോട്ടെ, ആ കളിയിൽ നിങ്ങൾ മാറ്റി നിർത്തിയിട്ടുണ്ടാവും. എടാ നിന്റെ കയ്യിൽ ബാറ്റില്ല, ബോളില്ല, അല്ലെങ്കിൽ ഫുട്ബോൾ, അങ്ങനെ ഏത് കളിയിലായിക്കോട്ടെ, ഇല്ലെങ്കിൽ എനിക്ക് വയസ്സൊന്നും പോരാ, ഇതെല്ലാം വലിയവരുടെ കളിയാണെന്ന് പറഞ്ഞ് നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടാവും. അത് ഒരു പക്ഷേ ഒരുപാട് നിങ്ങളെ കളിയാക്കിയിട്ടായിരിക്കും മാറ്റി നിർത്തിയിട്ടുണ്ടാവുക. കൂടിയിരിക്കുന്ന കൂട്ടുകാർ അങ്ങനെ ആരോ തന്നെ ആയിക്കോട്ടെ. ആ ഒരു സമയത്ത് നിങ്ങൾ ചെറിയ പുഞ്ചിരിയോടെ ഉള്ളിലെല്ലാം വേദന ഒളിപ്പിച്ചിട്ട് ആ കളിൻ്റെ സ്ഥലത്ത് തന്നെ നിങ്ങൾ നിൽക്കും. ഡെയിലി നിങ്ങൾ പോകും അവിടെ. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാം എന്നെ കളിക്കാൻ ചേർത്തില്ല എന്നുള്ളത്, പക്ഷെ നിങ്ങൾ പോവും, മുടങ്ങാതെ നിങ്ങൾ പോയിട്ടുണ്ടാവും. ആ അപമാനങ്ങളെ സഹിച്ച് അവിടെ അങ്ങനെ നിൽക്കും. ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നിങ്ങൾ അവിടെ നിൽക്കും. എനിക്ക് ഒരു ചാൻസെങ്കിലും ഒരു ദിവസം കിട്ടും കളിക്കാൻ എന്നുള്ളത്. ആ വാശിയോടെ തന്നെ നിങ്ങളവിടെ നിന്നുണ്ടാവും. ഒരു ദിവസം നിങ്ങൾക്ക് തരും ഒരു ചാൻസ്. അന്ന് നിങ്ങൾ തീർത്തിട്ടുണ്ടാവും. നിങ്ങളുടെ കഴിവെന്താണെന്നുള്ള അവിടെ തെളിയിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ആ കളിയിൽ ജയിപ്പിച്ചിട്ടുണ്ടാവും, ആ കളിയിൽ നിങ്ങൾ ജയിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെ കൂടെയുള്ളവരെല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും, എടാ നിനക്ക് ഇത്ര വലിയ ടാലന്റ് ഉണ്ടോ, ഞങ്ങളത് അറിയാതെ പോയല്ലോ എന്നുള്ള ഓർത്തിട്ട് അന്ന് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം കിട്ടിയിട്ടുണ്ടാവും. അതുപോലെയാണ് തന്നെയാണ് ഇതും. ജീവിതത്തിൽ നമ്മളൊരു വയസ്സും കാര്യങ്ങളും മാറുമ്പോൾ ഓരോന്നിനും ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യും. ആ ക്ഷമയും ആ ശക്തിയും നിങ്ങൾക്കുണ്ടോ, മനഃശക്തി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചെയ്യുന്നതാണത്. തളരാൻ പാടില്ല. എത്ര തന്നെ വീണോട്ടെ, ഇല്ല, എൻ്റെ ലക്ഷ്യം ജയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, അത് ഞാൻ ചെയ്യും, അവിടെ എത്തും ഞാൻ. എത്ര തന്നെ അപമാനിച്ചോ, പക്ഷെ അതൊന്നും എൻ്റെ വിഷയമല്ല. എൻ്റെ വിഷയം എൻ്റെ ലക്ഷ്യം മാത്രമാണ്. ആ മനഃശക്തിയോടെ നിങ്ങൾ പോരാടി നോക്ക്. ഒരാളും ഈ ലോകത്ത് ഒരു ശക്തിക്ക് നിങ്ങൾ തോൽപ്പിക്കാനാവില്ല. കാരണം നിങ്ങളുടെ കൂടെയുള്ളത് ഈശ്വരനാണ്. ഇത് ഈശ്വരന്റെ ചെറിയൊരു പരീക്ഷണമാണ് നിങ്ങളുടെ ശക്തിയെ. കാരണം നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടും അപമാനം സഹിച്ചിട്ട് എല്ലാം നേടിയെടുക്കുന്ന വിജയമുണ്ടല്ലോ, അത് ലൈഫ് ലോങ് ആണ്. അത് ഈശ്വരന്റെ വരമാണ്. ഒരിക്കലും തളരാൻ പാടില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ജയിക്കും.